വയനാട് മലമ്പുഴയ്ക്ക് സമീപം മോഷണം നടത്തി മടങ്ങിയയാളെ ട്രെയിൻ തട്ടി മരിച്ച നിലയിൽ കണ്ടെത്തി. വയനാട് മാനന്തവാടി സ്വദേശി മണികണ്ഠനെയാണ് കൊട്ടേക്കാടിന് സമീപം ഉണ്ണിക്കളത്ത് റെയിൽവേ ട്രാക്കിനരികിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. മൃതദേഹത്തിനടുത്ത് മോഷണ വസ്തുക്കളും കണ്ടെടുത്തു. റെയിൽവേ ട്രാക്കിൽ പരിശോധന നടത്തുന്ന ജീവനക്കാരാണ് യുവാവിനെ ട്രെയിൻ തട്ടി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. മൃതദേഹത്തിനടുത്ത് നിന്നും അല്പം മാറി കമ്പിപ്പാരയും പേഴ്സും ആഭരണങ്ങളും വാച്ചും ഉണ്ടായിരുന്നു. വിവരമറിഞ്ഞ സ്ഥലത്തെത്തിയ കസബ പോലീസിന്റെ അന്വേഷണത്തിലാണ് മരിച്ചത് നിരവധി മോഷണ കേസുകളിൽ പ്രതിയായ വയനാട് മാനന്തവാടി സ്വദേശി മണികണ്ഠനാണെന്ന് തിരിച്ചറിഞ്ഞത്. മോഷണം നടത്തി മടങ്ങുമ്പോൾ ട്രെയിൻ തട്ടി മരിച്ചതെന്നാണ് നിഗമനം. പ്രദേശത്തെ ഒരു വീട്ടിൽ മോഷണശ്രമം നടന്നിരുന്നു. ഇതിന്റെ CCTV ദൃശ്യങ്ങൾ പോലീസിന് ലഭിച്ചിട്ടുണ്ട്. മോഷണത്തിനായി റെയിൽവേ ട്രാക്കിലൂടെയാണ് മണികണ്ഠൻ സഞ്ചരിക്കാറുള്ളതെന്ന് പോലീസ് പറയുന്നു. കൊട്ടേക്കാട് ഭാഗത്ത് ട്രെയിനുകൾ വേഗത കുറച്ചാണ് സഞ്ചരിക്കുക. ഈ സമയം ചാടിക്കയറാൻ ശ്രമിച്ച് അപകടത്തിൽപ്പെട്ടതാകാനാണ് സാധ്യത. എന്നാൽ മണികണ്ഠന്റെ പക്കലുണ്ടായിരുന്ന ആഭരണങ്ങൾ മുക്കുപണ്ടമാണെന്ന് പോലീസ് പറഞ്ഞു. വീട്ടുകാർ പരാതിയില്ലെന്ന് അറിയിച്ചിട്ടുണ്ട്. വടക്കൻ കേരളത്തിൽ നിരവധി കേസുകളിലെ പ്രതിയാണ് മണികണ്ഠൻ. ഇയാൾക്കെതിരെ മലമ്പുഴ സ്റ്റേഷനിൽ മാലമോഷണത്തിന് കേസുണ്ട്. കണ്ണൂർ ധർമ്മടം പോലീസ് സ്റ്റേഷനിൽ 2008 വർഷത്തിൽ ഭവനഭേദന കേസിലും പ്രതിയാണ്.